രണ്ടാം കലാപം മുസ്ലിം ലീഗിന്റെയും NDF-ന്റെയും PDP-യുടെയും പ്രവർത്തകർ ചേർന്നാണ് ആസൂത്രണം ചെയ്തത്. വൻതോതിൽ ആയുധങ്ങൾ ശേഖരിച്ചാണ് ഇത് നടപ്പാക്കിയത്. വെറും പ്രതികാരം മാത്രമായി ഈ കലാപത്തെ കാണാൻ കഴിയില്ലെന്നും അന്വേഷണ കമ്മീഷൻ പറയുന്നുണ്ട്. സംഘടനകൾ വളർച്ചയ്ക്കുള്ള വഴി തേടാൻ ഉപയോഗിച്ച മാർഗം കൂടിയായിരുന്നു ഇത്. മറുവിഭാഗത്തിലെ 8 പേരാണ് 2003 മെയ് മാസം 2 നടന്ന രണ്ടാം കലാപത്തിൽ കൊല്ലപ്പെട്ടത്. അക്രമി സംഘത്തിലെ ഒരാളും കൊല്ലപ്പെട്ടു. പോലീസ് സമ്പൂർണ്ണ പരാജയമാണ് എന്നതിന്റെ തെളിവായിരുന്നു രണ്ടാം കലാപമെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി. പോലീസിനെ അതിനിശ്ചിതമായി തന്നെ വിമർശിക്കുന്നതാണ് രണ്ടാം കലാപത്തിലുള്ള അന്വേഷണ കമ്മീഷൻ കണ്ടെത്തലുകൾ. 5 പേർ മരിച്ച ഒരു കലാപം ഉണ്ടായ ശേഷം പോലീസ് ജാഗ്രത പാലിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ രണ്ടാമതൊരു കലാപം ഉണ്ടാകുമായിരുന്നില്ല. ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ല എന്നും ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ എഴുതിവച്ചു. ദിവസങ്ങൾക്ക് മുൻപേ ആയുധങ്ങൾ ശേഖരിച്ച് കലാപം ആസൂത്രണം ചെയ്ത് പോലീസ് അറിയാതെ പോയത് വലിയ വീഴ്ചയാണ്. അക്രമികളെ സംരക്ഷിക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വളഞ്ഞു നിന്നതും ആസൂത്രണത്തിന്റെ വലിയ തെളിവായി. തോമസ് പി ജോസഫ് കമ്മീഷൻ ഇങ്ങനെ AK ആന്റണിയുടെ കാലത്തെ പോലീസിനെ അതിനിശ്ചിതമായി തന്നെയാണ് മാറാട് കലാപത്തിൽ വിമർശിച്ചിരിക്കുന്നത്.